സത്യം പറഞ്ഞതിന് എന്നെ അയോഗ്യനാക്കാം, പക്ഷേ തളർത്താനാവില്ല. BJPയെ വെല്ലുവിളിച്ച് രാഹുൽ ഗാന്ധി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അംഗത്വം റദ്ദാക്കാൻ നീക്കവുമായി BJP വരുമ്പോൾ തെല്ലും ഭയക്കാതെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും. പാർലമെന്റ് സമ്മേളനം തുടങ്ങിയത് മുതൽ ഭരണപക്ഷത്തെ ശൂലമുനയിൽ നിർത്തി പൊരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. അതിനെ ഏറ്റവും അസഹിഷ്ണുതയോടെയാണ് മോദിയും സംഘവും എതിരേറ്റത്. മുൻ കരസേനാ മേധാവി MM നരവനയുടെ പുസ്തകത്തിൽ പ്രതിപാദിച്ച രാജ്യത്തെ സംബന്ധിക്കുന്ന നിർണായകമായ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കരവൻ മാസികയിൽ വന്ന ലേഖനം എടുത്തുയർത്തിയാണ് രാഹുൽ ഗാന്ധി സർക്കാരിനെതിരെ ചോദ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചത്. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകമെന്ന് ഭരണപക്ഷം പറഞ്ഞ ചട്ടവിരുദ്ധമായി രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നു എന്നും ഭരണപക്ഷം അതിനെ പ്രതിരോധിച്ചു. പക്ഷേ ആമസോണിൽ ഇപ്പോഴും പുസ്തകം വിൽപ്പനയ്ക്കുണ്ട് എന്ന് രാഹുൽ ഗാന്ധി തിരിച്ചടിക്കുകയായിരുന്നു. BJP MP നിഷികാന്ത് ദുബെ കോൺഗ്രസ് രാജ്യദ്രോഹികൾ എന്ന പ്രസ്താവനയ്ക്ക് തിരിച്ചടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പുസ്തകത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഉദ്ധരിച്ചത്. പ്രസംഗത്തിനിടെ മൈക്ക് ഓഫ് ചെയ്തും ബഹളം വെച്ചുകൊണ്ടും സ്പീക്കർ ഓം ബിർള അടക്കമുള്ള ഭരണപക്ഷം രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അണുവിട വിട്ടുവീഴ്ചയില്ലാതെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഭരണകക്ഷത്തിന് അനുകൂലമായി ഏകപക്ഷീയമായ നടപടികൾ ഓം ബിർള എടുത്തപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പാർലമെന്റ് ഇളക്കിമറിച്ച് ശബ്ദമുയർത്തി. പ്രതിഷേധിച്ച 8 MPമാരെ സസ്പെൻഡ് ചെയ്ത് സ്പീക്കർ ജനാധിപത്യ വിരുദ്ധ നീക്കം നടത്തി. മോദിയെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് പച്ചക്കള്ളം പറഞ്ഞ് സ്പീക്കർ ഓം ബിർള മോദിയെ സഭയിൽ നിന്നും മാറി നിൽക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്ന് മോദി സഭയിൽ സംസാരിക്കാതെ മാറി നിന്നു. തുടർന്നാണ് പ്രതിപക്ഷം അപൂർവങ്ങളിൽ അപൂർവമായ നീക്കം നടത്തിയത്. സ്പീക്കറുടെ നടപടി ഏകപക്ഷീയമാണ്. ആ സ്ഥാനം അദ്ദേഹം ദുരുപയോഗം ചെയ്യുന്നു. അതിനാൽ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷത്തെ നിർബന്ധിതരാക്കുകയായിരുന്നു. MPമാരുടെ ഒപ്പ് ശേഖരണം നടത്തി നോട്ടീസ് നൽകി പ്രതിഷേധിച്ചു. കോളിളക്കം സൃഷ്ടിച്ച് സഭ പ്രക്ഷുബ്ധമാക്കിയ പ്രതിപക്ഷത്തിന്റെ ശക്തമായ ആവശ്യത്തിന് മുന്നിൽ മുട്ടുമടക്കി രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുമതി നൽകുകയായിരുന്നു. പിന്നീട് അവിടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ വളരെ വ്യക്തമായും ശക്തമായും ഉന്നയിച്ചു. തുടർന്നാണ് സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിഷികാന്ത് ദുബെ സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. രാഹുൽ ഗാന്ധി സഭയെ തെറ്റിദ്ധരിപ്പിച്ചു, അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ നടത്തിയെന്നും ആരോപിച്ച് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞതിന് പിന്നാലെയായിരുന്നു നിഷികാന്ത് ദുബെയുടെ ഈ നടപടി. രാഹുൽ ഗാന്ധി ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നും അതിനാൽ ലോക്സഭാംഗത്വം റദ്ദാക്കണം എന്നും തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിൽ നിന്നും വിലക്കണമെന്നുമാണ് BJP പ്രമേയത്തിൽ ഉന്നയിച്ച ആവശ്യം. MM നരവനയുടെ പുസ്തകവും ഇന്ത്യ-US വ്യാപാര കരാറിനെയും കേന്ദ്ര ബജറ്റിനെയും വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിനെതിരായ BJPയുടെ തിരക്കിട്ട ഈ നീക്കം നടന്നത്. ഇന്ത്യയെ വിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? പ്രധാനമന്ത്രിയുടെ കണ്ണിൽ നിഴലിക്കുന്നത് ഭയമാണെന്നും പ്രധാനമന്ത്രി മോദിയെ എനിക്കറിയാം, അദ്ദേഹം രാജ്യത്തെ വിൽക്കില്ല. പ്രധാനമന്ത്രിയുടെ വായും കൈകളും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കെട്ടിവെച്ചിരിക്കുകയാണ്. രാജ്യത്തെ സംബന്ധിക്കുന്ന സുപ്രധാന കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത് തന്നെയല്ലേ? അത് ഭരണകൂടം വഴിയല്ലേ നമ്മൾ അറിയേണ്ടത്? എന്നാൽ നമ്മൾ അറിഞ്ഞതോ ട്രംപിൻ്റെ ട്വീറ്റിലൂടെയാണ്. ഇതൊരു ഏകപക്ഷീയമായ കരാറാണ്. ഇത് നമ്മുടെ കർഷകരെയും വ്യാപാരികളെയും യുവാക്കളടങ്ങുന്ന പൊതുസമൂഹത്തെയും ഏറെ ബാധിക്കുന്ന കാര്യമാണ്. ഇത് രാജ്യത്തെ ദുരിത കയത്തിലേക്ക് നയിക്കൂ. മോദിയുടെ മൗനവും ഇതൊരു സൂചനയാണ് എന്നും നരേന്ദ്രമോദി ട്രംപിന് മുന്നിൽ മുട്ടുമടക്കി കീഴടങ്ങിയെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. എഫ്സ്റ്റീൻ ഫയലിൽ പേരുള്ള BJP മന്ത്രി ഹർദീപ് സിംഗ് പുരിയെയും ഫയലിൽ ഉൾപ്പെട്ട അംബാനിയെക്കുറിച്ചും പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഭരണപക്ഷം ബഹളം വെച്ചു വിഷയം മാറ്റാൻ സ്പീക്കറോട് ആവശ്യപ്പെടുകയായിരുന്നു. മോദി ഭയക്കുന്നത് ആരെയാണ്? ട്രംപിനെയോ? എഫ്സ്റ്റീൻ ഫയലിനെയോ? 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന നരവനയുടെ പുസ്തകത്തെയോ? ഈ ചോദ്യമാണ് ഇപ്പോൾ രാജ്യത്ത് ഉയരുന്നത്. മോദിയുടെ ഭരണം തുടങ്ങിയത് മുതൽ രാജ്യം അതീവ വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ? നോട്ട് നിരോധനത്തിൽ തുടങ്ങി മോദിയുടെ ആശ്രിതരായ വൻകിട കോർപ്പറേറ്റുകൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തീറെഴുതിയും സൈനിക നടപടികളിൽ കൈക്കൊണ്ട ദുരൂഹമായ നീക്കവും SIR വഴി നടത്തിയ വോട്ട് തട്ടിപ്പും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നടത്തിയ വോട്ട് കൊള്ളയും ഇലക്ട്രൽ ബോണ്ട് വഴി നടത്തിയ BJP ഫണ്ട് ശേഖരണവും വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഫണ്ട് തട്ടിപ്പും സ്വജനപക്ഷപാതപരമായ നീക്കവും കർഷക ദ്രോഹവും തൊഴിലില്ലായ്മ രൂക്ഷതയും ജനാധിപത്യ ധ്വംസനവും വർഗീയ നിലപാടുകളും ന്യൂനപക്ഷ അതിക്രമവും അടക്കം
രാജ്യത്തെ അതീവ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്ന അതിരൂക്ഷമായ സർക്കാർ നടപടികൾ ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിനെ ഉദ്യമത്തിൽ തകർക്കാനാണ് മോദി സംഘം ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള BJPയുടെ നീക്കം അദ്ദേഹത്തെ ബാധിക്കില്ലെന്ന് പ്രിയങ്ക ഗാന്ധി ഇന്നലെ പ്രതികരിച്ചു. ഇന്ത്യൻ US വ്യാപാര കരാർ മൂലം കർഷകർക്ക് വലിയ നഷ്ടമുണ്ടാകുമെന്ന് അവർ കൂട്ടിച്ചേർത്തു. ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കടമയാണ് ഭരിക്കുന്ന സർക്കാരിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടുക എന്നത്. അത് ആത്മവിശ്വാസത്തോടെ നിരന്തര പോരാട്ടങ്ങളിലൂടെയും രാജ്യത്ത് ചർച്ച ചെയ്യുമ്പോൾ അതിനെ നിഷ്ഠൂരമായി ആക്രമിച്ചുകൊണ്ട് വ്യക്തിഹത്യ നടത്തി അവകാശങ്ങളെ സംഹരിക്കുന്ന മോദിയുടെ നിലപാടുകൾ ഭയം കൊണ്ടല്ലാതെ മറ്റെന്താണ്? അവർ ഭരണകൂടം രാഹുൽ ഗാന്ധിയെ ഭയക്കുക തന്നെയാണ്. മോദിയുടെ യഥാർത്ഥ മുഖം രാജ്യത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന രാഹുൽ ഗാന്ധിയുടെ വായടപ്പിക്കേണ്ടത് ഇപ്പോൾ മോദിയുടെ ആവശ്യമാണ്. പുറമേ രാജ്യത്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്ന് ദ്യോതിപ്പിക്കുകയും യഥാർത്ഥത്തിൽ രാജ്യത്തെ തകർക്കുകയും ചെയ്യുന്ന രഹസ്യ അജണ്ട വെച്ച് പുലർത്തുന്ന ഒരു സർക്കാരിനെതിരെയാണ് രാജ്യം ഉറ്റുനോക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ധർമ്മയുദ്ധം. പാർലമെന്റിനകത്തും പുറത്തും രാജ്യത്തിനുള്ളിലും രാജ്യത്തിന് വെളിയിലും രാഹുൽ ഗാന്ധി മോദി സർക്കാരിനെ വലിച്ചു കീറുകയാണ്. ഇത് തെല്ലൊന്നുമല്ല മോദിയെ ഭയപ്പെടുത്തുന്നത്. അധികാരത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നും വലിച്ചു കീറപ്പെട്ട മുഖമൂടിയുമായി മോദി പുറം ലോകത്തേക്ക് വരുമ്പോൾ ഒരു യഥാർത്ഥ രാജ്യവഞ്ചകന്റെ ബീഭത്സ രൂപം പ്രകടമാകുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. രാജ്യത്ത് വർഗീയ ദ്രംഷ്ടകളുടെ കടവായിൽ നിന്നും ഇറ്റുവീഴുന്ന രക്തം അത് ഇന്ത്യ എന്ന മാതൃരാജ്യത്തിൻ്റെ ജീവരക്തമാണ് എന്ന് ജനം തിരിച്ചറിയുകയാണ്. ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്ന കടുത്ത അരാജകത്വം അതിൻ്റെ ഏറ്റവും മൂർത്തമായ അവസ്ഥയിലാണ്. അത് പറയാൻ പ്രതിപക്ഷ നേതാവിന് അവകാശമുണ്ട് എന്ന കൃത്യമായ ബോധ്യത്തിലാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ ഭരണഘടനയുടെ ശക്തമായ പിൻബലത്തിൽ അവകാശ സംരക്ഷണത്തിനായി സമരമുറകൾ ഉയർത്തുന്നത്. ഭരണപക്ഷം രാജ്യത്ത് കൊണ്ടുവരുന്ന നടപടികൾ പഞ്ചപുച്ഛമടക്കി ഏറാൻ മൂളിയിരിക്കാനാണ് എങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം എന്തിനാണ് രാജ്യത്ത്? ആ ധർമ്മമാണ് രാഹുൽ ഗാന്ധി നിർവഹിക്കുന്നത്. മോദി സ്വന്തം പാർട്ടിക്ക് വേണ്ടിയും പാർട്ടിക്കാർക്ക് വേണ്ടിയും രാജ്യത്തെ തീരെഴുതി തകർക്കാൻ തുനിഞ്ഞാൽ അതിനെ നഖശിഖാന്തം പ്രതിരോധിക്കാനും ചോദ്യം ചെയ്യാനും കേൾപ്പുള്ള ഒരു മറുപക്ഷമുണ്ട് എന്ന ബോധ്യം മോദിയെ ചകിതനാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഉൾക്കാമ്പില്ലാത്ത ആരോപണങ്ങൾ ഉയർത്തി രാഹുൽ ഗാന്ധിയുടെ ശബ്ദം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് മോദി രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് രാഹുലിനെ തന്നെയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ നീക്കങ്ങളെത്രയും ജനകീയ മുന്നേറ്റങ്ങളായി രാജ്യത്ത് വീശിയടിക്കുന്ന സാഹചര്യം ഉരുത്തിരിയുമ്പോൾ അദ്ദേഹം ഉയർത്തുന്ന ചോദ്യാഗ്നിയിൽ പൊള്ളുകയാണ് മോദി. അപ്പോൾ ഉറപ്പായും മോദിയും കിങ്കരന്മാരും ഏത് ഭരണഘടനാ വിരുദ്ധ നീക്കവും നടത്തും. ജനാധിപത്യ ധ്വംസനത്തിലൂടെ ഭരണപരമായ പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങളെ നിഷ്ഠൂരമായി ചവിട്ടി മെതിക്കും. ആ നീക്കമാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കെതിരെ നടന്നത് എന്ന് വേണം കരുതാൻ. പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ വിട്ടാൽ അത് BJPയുടെ അന്ത്യമായിരിക്കുമെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. തങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കിയ നീതികേടിൻ്റെ ബ്രഹ്മാണ്ഡ ചെയ്തികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അത് കോൺഗ്രസ് ആയുധമാക്കി തങ്ങളെ കട്ടപ്പുഴക്കും. അതിനെ പ്രതിരോധിക്കാൻ BJP തൊടുക്കുന്ന ഈ ഗിമ്മിക്ക് വെറും വീര്യമില്ലാത്ത ബീഡി പടക്കം മാത്രമായി ചീറ്റിപ്പോകുന്നതായിരിക്കും രാഹുൽ ഗാന്ധി അയോഗ്യനാക്കാനുള്ള ഈ നീക്കം. പക്ഷേ ഇന്ത്യൻ ജനതയുടെ രക്ഷക പരിവേഷമായ രാഹുൽ ഗാന്ധിയെ കുടിയിരുത്തിയ ഇന്ത്യൻ ജനതയുടെ പിന്തുണ രാജ്യത്ത് ശക്തമാകുകയാണ്. ഗ്രാമാന്തരങ്ങളിൽ വീശിയടിക്കുന്ന പുതിയ കാലത്തിൻ്റെ സ്വാതന്ത്ര്യ ശീതക്കാറ്റ് രാഹുൽ ഗാന്ധിയിലൂടെ പാർലമെന്റിൽ പ്രതീക്ഷയുടെ തീനാമ്പുകളെ ജ്വലിപ്പിക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ രക്ഷകനായി രാഹുൽ ഗാന്ധി അവതരിക്കുകയാണ്. വ്യവസ്ഥിതിയോട് എന്നും സമര പോരാട്ടം നടത്തിയാണ് പ്രവാചക ദൗത്യം പൂർത്തീകരിച്ചിട്ടുള്ളത്. കാലം കരുതി വെച്ചതുപോലെ രാഹുൽ ഗാന്ധിയിൽ ഏൽപ്പിച്ച ആ ദൗത്യം അദ്ദേഹം നിർവഹിക്കുകയാണ്. തൻ്റെ സിരകളിലൂടുന്ന മതേതരത്വ രക്തം അത് രാജ്യത്തെ രക്ഷിച്ചെടുക്കാനുള്ള ഉദ്യമത്തിൽ ഭാരത മണ്ണിൽ ചിതറി വീണാലും താൻ കൃതാർത്ഥനാണ് എന്ന് നെഹ്റു കുടുംബത്തിലെ ഈ പോരാളി പറയുമ്പോൾ അത് യഥാർത്ഥ രാജ്യസ്നേഹമാണ് വെളിവാകുന്നത്. ഒരു വർഗീയ നീരാളിക്കും തീരെഴുതാൻ എൻ്റെ രാജ്യത്തെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് അദ്ദേഹം ഉറച്ചു പറയുമ്പോൾ രാജ്യം സ്വദേശാഭിമാനത്താൽ സാട്ടക്കുടഞ്ഞ രാഹുലിന് പിന്നിൽ അണിനിരക്കുകയാണ്. ജനുവരി 28 ആരംഭിച്ച ബജറ്റ് സമ്മേളനം ഏപ്രിൽ 2 വരെയാണ് തുടരുക. BJPയുടെ രാഹുലിനെതിരെയുള്ള ഈ നീക്കം ഇന്ന് ഇരു സഭകളും പ്രക്ഷുബ്ധമാക്കിയിരിക്കുകയാണ്. ഒരിടവേളക്കായി ഇന്ന് പിരിഞ്ഞ സഭ മാർച്ച് 9 വീണ്ടും സമ്മേളിക്കുക. വീണ്ടും സഭ ചേരുമ്പോൾ മോദിക്കെതിരെ പ്രതിപക്ഷം എന്ത് നീക്കം നടത്തുമെന്ന അങ്കലാപ്പിലാണ് മോദിയും സംഘവും. ഒരുപക്ഷെ ചരിത്രത്തിലില്ലാത്ത വെല്ലുവിളികൾ മോദി ഇനി നേരിടേണ്ടി വരും. കാരണം മോദിയെ ഇപ്പോൾ തന്നെ അട്ടപ്പട്ടലം പൂട്ടാനുള്ള ആയുധങ്ങൾ പ്രതിപക്ഷം ശേഖരിച്ചു കഴിഞ്ഞു. അത് തൊടുത്താൽ തടുക്കാൻ കെൽപ്പില്ലാതെ മോദി വിറങ്ങിലിക്കും. ഭരണപക്ഷത്തേക്കാൾ ശക്തി പ്രാപിച്ചു കഴിഞ്ഞു ഇപ്പോൾ പ്രതിപക്ഷം. മോദിക്കിനി നിൽക്കക്കള്ളിയില്ലാത്ത തീക്കനൽ ചവിട്ടി വെന്തുരുക. വീണ്ടും സഭ ചേരുമ്പോൾ ഓം ബിർളയ്ക്കെതിരെ നിൽക്കുന്ന അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യും.
അത് സർക്കാരിനെ ചുട്ടുപൊള്ളിക്കുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.